പിടിച്ചിറക്കിവിടുന്നതിന് മുമ്പ് കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാം രാജിവെച്ച് രക്ഷപ്പെട്ടു. അന്തംകമ്മികൾ കൊണ്ടുവന്ന വിവിധോദ്ദേശ തട്ടിപ്പ് കമ്പനിയായ കിഫ്ബിയുടെ സിഇഒ സ്ഥാനം കെ.എ. എബ്രഹാം തിടുക്കപ്പെട്ട് രാജിവെച്ച് ഓടി രക്ഷപ്പെട്ടു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന കിഫ്ബിയുടെ മറവിൽ നടത്തിയ തീവട്ടിക്കൊള്ളകൾ കണ്ടെത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്നാൽ പണി കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിണറായിയുടെ വിശ്വസ്തനും വലങ്കയ്യുമായ കെ.എ. എബ്രഹാം ഈ വെള്ളാനയെ മനസ്സില്ലാ മനസ്സോടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അടക്കം ഇടതുപക്ഷത്തിന് മുഴുവൻ കനത്ത പ്രഹരം ഏറ്റതിന് പിന്നാലെയാണ് ഇനി നിന്നാൽ പണി കിട്ടും എന്ന് കരുതി കെ.എ. എബ്രഹാം രാജിവെച്ചത്. രാജിക്കത്ത് ഇന്നലെ പിണറായിക്ക് തന്നെ കൊണ്ടുകൊടുത്തു. രണ്ടുപേരും ഒരുമിച്ചെന്നിട്ട് പടിയിറങ്ങി എന്ന ഒരു സവിശേഷതയും ഇതിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കെ.എം. എബ്രഹാം കിഫ്ബി സിഇഒ എന്ന നിലയിൽ ഭരണഘടന ബാഹ്യശക്തിയായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ബി അശോക് IAS അടുത്തിടെ ഉന്നയിച്ചിരുന്നു. അത് മാത്രമല്ല, കിഫ്ബി ഫണ്ട് ഇടതു സർക്കാരിൻ്റെ PR വർക്കുകൾക്കായി കോടികൾ ദൂർത്തടിച്ചു എന്നും ബി അശോകിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ തിടുക്കപ്പെട്ടുള്ള രാജി. പിണറായി വിജയനെ നിയന്ത്രിക്കുന്ന അദൃശ്യ കരങ്ങളുടെ വലങ്കൈയായിരുന്നു കെ.എ. എബ്രഹാം എന്നതായിരുന്നു മുഖ്യമായ ആരോപണം. 2025 അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ.എം. എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവുവിട്ടിരുന്നു. സമാനതകളില്ലാത്ത തീവട്ടിക്കൊള്ളയാണ് കിഫ്ബിയുടെ മറവിൽ നടന്നുകൊണ്ടിരുന്നത്. E.K. നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ കാലത്താണ് സദുദ്ദേശത്തോടെ അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി 1999 നവംബർ 11 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് സ്ഥാപിതമായത്. ബക്കറ്റ് പിരിവിന് പകരം ലാർജ് സ്കെയിൽ തട്ടിപ്പ് നടത്തുവാൻ മികച്ച മാർഗം എന്ന നിലയിൽ 2016 പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കിഫ്ബി ആക്ട് ഭേദഗതി ചെയ്യുകയും കൂടുതൽ അധികാരങ്ങളോടെ വികസന പ്രവർത്തനങ്ങൾക്കെന്ന വ്യാജേന പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. കയറുപരിയൻ ജുബാച്ചേട്ടനായിരുന്നു ഈ ഉടായ്പ പരിപാടികളുടെ സൂത്രധാരൻ. ഇപ്പോൾ എവിടെയാണ് ഈ മുതൽ എന്ന് അറിയില്ല. സംസ്ഥാനത്തും ഇവിടുത്തെ ജനങ്ങൾക്കും യാതൊരു ഗുണവുമില്ലാത്ത ഭീമമായ കോടി കമ്മീഷൻ മാത്രം ലക്ഷ്യം വെച്ച് ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയുടെ മറവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെ-ഫോൺ, പെട്രോ കെമിക്കൽ ആൻഡ് ഫാർമ പാർക്ക്, തീരദേശ മലയോര ഹൈവേ, പവർ ഹൈവേ, ലൈഫ് സയൻസ് പാർക്ക്, ഹൈടെക് സ്കൂൾ പദ്ധതി ഇവയൊക്കെ കിഫ്ബിയുടെ ചില പദ്ധതികൾ മാത്രമാണ്. വിവിധ വകുപ്പുകൾക്ക് കീഴിലായി 54,391.47 കോടി രൂപ ചെലവ് വരുന്ന 679 പദ്ധതികൾക്കാണ് കിഫ്ബി കഴിഞ്ഞ വർഷം വരെ അനുമതി നൽകിയിരിക്കുന്നത്. ഇതിൽ ടെൻഡർ ചെയ്ത 364 പദ്ധതികളാണ്. 14,139.42 കോടി രൂപയാണ് ടെൻഡർ തുക. ഇതിൽ തന്നെ 11,639.79 കോടി രൂപ ചെലവ് വരുന്ന 303 പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരുന്നു. ഇതുവരെയായി 5,189.68 കോടി രൂപ കരാറുകാർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഒട്ടുമിക്ക പദ്ധതികളും ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും. സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കുവാനാണ് കിഫ്ബി രൂപീകരിച്ചത് എങ്കിലും തിരഞ്ഞെടുപ്പ് ക്യാമ്പിൻ്റെയും പിണറായി വിജയന്റെ PR വർക്കിൻ്റെയും തുക വരെ കിഫ്ബി വഴി നൽകി ആയിരക്കണക്കിന് കോടികൾ നൽകിയ കോൺട്രാക്ടർമാരും സ്ഥാപനങ്ങളും ഒക്കെ പലതും കമ്പനി നേതാക്കന്മാരുടെ ബിനാമി കമ്പനികളാണ്. കിഫ്ബിയുടെ 2,150 കോടി രൂപയുടെ മസാല ബോണ്ട് ഇടപാടുകൾ ഭരണഘടനാ വിരുദ്ധം എന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് കാര്യമായ ചർച്ച ഇവിടെ ഉണ്ടാക്കിയില്ല. രാജ്യത്തിന് പുറത്തുനിന്ന് സംസ്ഥാനങ്ങൾ കടമെടുക്കരുതെന്ന ഭരണഘടനാ അനുച്ഛേദത്തിന്റെ ലംഘനമായാണ് മസാല ബോണ്ട് വഴി കിഫ്ബി പണം സമാഹരിച്ചതിനെ CAG കാണുന്നത്. ഇതുവരെയുള്ള കടമെടുപ്പ് സർക്കാരിന് 3,100 കോടി രൂപയുടെ അധിക ബാധ്യത വരുത്തിയതായും CAG വ്യക്തമാക്കുന്നു. കേന്ദ്ര അനുമതിയില്ലാതെ കിഫ്ബി ആഭ്യന്തര വായ്പ എടുക്കുന്നത് പോലും ഈ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നു. കിഫ്ബിയെ സർക്കാർ സ്ഥാപനമായി CAG കാണുമ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എന്ന പോലെയാണ് കേരള സർക്കാർ വ്യാഖ്യാനിക്കുന്നത്. ഞാനും സുഭദ്രാമയും ഞങ്ങളുടെ തീവട്ടിപ്പിള്ളാരും എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, ധനമന്ത്രി, വൈസ് ചെയർമാൻ, CEO, മുൻ ചീഫ് സെക്രട്ടറി കെ.എ. എബ്രഹാം ഒക്കെയായിരുന്നു. പിന്നെ ചില ആലങ്കാരിക പോസ്റ്റുകളും. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഖജനാവിലേക്ക് എത്തേണ്ടിയിരുന്ന വരുമാനത്തിൽ പലതും കിഫ്ബിയിലേക്ക് ഡൈവേർട്ട് ചെയ്തു. മോട്ടോർ വാഹന നികുതി തുടക്കത്തിൽ 10% പിന്നീട് ഉയർത്തി അത് 50% കിഫ്ബിക്ക് നൽകി വരുന്നു. പെട്രോൾ സെസ്സും കിഫ്ബിയിലേക്ക് വകയിരുത്തി. കിഫ്ബി വഴി സമാഹരിക്കുന്ന പണം ഖജനാവിൽ നിക്ഷേപിക്കുകയോ വകുപ്പുകൾ വഴി ചെലവഴിക്കുകയോ ചെയ്യുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ മറവിൽ ആർക്കും പ്രയോജനമില്ലാത്ത നൂറുകണക്കിന് ഉടായ്പ പദ്ധതികൾ ഉണ്ടാക്കി ഊരാളുങ്കൽ സൊസൈറ്റി വഴി നടപ്പാക്കി ആയിരക്കണക്കിന് കോടികളാണ് അമുക്കുന്നത്.
ഇതിൽ ഒരു സമഗ്ര അന്വേഷണം ഉണ്ടായാൽ കോരൻ വിജയനടക്കം അകത്താകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കിഫ്ബി പദ്ധതി നിയമഭേദഗതി വരുത്തി മസാല ബോണ്ടടക്കം ആവിഷ്കരിച്ച തോമസ് ഐസക്ക് ഇന്ന് പാർട്ടിയിലും നാട്ടിലും യാതൊരു വിലയുമില്ലാതെ ഉഴലുകയാണ്. കോൺഗ്രസ് വന്നാൽ പണി കിട്ടുമെന്ന് പേടിച്ചാണ് കെ എബ്രഹാം തിടുക്കപ്പെട്ട് രാജിവെച്ച് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പങ്കുപറ്റിയ വി ഡി സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതെങ്കിൽ ഇവർ രക്ഷപ്പെട്ടു. കാരണം പദ്ധതികളും തീവട്ടിക്കൊള്ളയും ഇവർക്ക് നിർബാധം തുടരുകയും ചെയ്യാം. മാധ്യമ സ്ഥാപനങ്ങൾക്ക് കോടികളുടെ പരസ്യമാണ് കിഫ്ബി വാരിക്കോരി കൊടുക്കുന്നത്. അതുകൊണ്ട് ആരും ഒരക്ഷരം എതിരായി പറയില്ല, എഴുതില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.